എൻ്റെ എൻ്റെ അച്ഛ എവിടാന്ന് അറിയോ കിണ്ണ? അവളുടെ കണ്ണിൽ നിന്ന് മിഴുനീർ ഉരുണ്ടു ചാടി. ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ അവളെ നോക്കി. പറ, അറിയോ? സങ്കടം കൊണ്ട് ശബ്ദമിടറിയിരുന്നു. ബദ്രി ഇടം കൈകൊണ്ട് അവളുടെ നനഞ്ഞ കവിൾത്തടങ്ങൾ തുടച്ചു കൊടുത്തു. അറിയാം. അത് കേട്ട് അച്ചു കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. ആ മുഖത്ത് ആശ്വാസം നിറയുന്നത് അവൻ കണ്ടു. അത് കാണെ അവളോട് അവൻ അലിവ് തോന്നി. എവിടെ എൻ്റെ അച്ഛ? അവൾ ആവേശത്തോട് ചോദിച്ചു. ബദ്രി വാത്സല്യത്തോടെ അവളുടെ കവിൾ കൈചേർത്ത് വെച്ചു. അച്ഛനെ കാണാൻ വച്ചു. നാളെ ഞാൻ കൊണ്ടുപോയി കാണിക്കാം. നിനക്ക് നേരിട്ട് നിന്റെ അച്ഛനോട് സംസാരിക്കാലോ. അതുപോരെ? സൗമ്യമായി ചെറുചിരിയോടെ ചോദിച്ചതും കൊച്ചുകുട്ടികൾ പോലെ അവളൊന്ന് തലയാട്ടി. കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇനി ഇത് കഴിക്കച്ചു. വീണ്ടും ചോറ് അവന് നീട്ടി. അച്ചു അത് വാങ്ങി കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകുമ്പോഴാണ് അകത്തു നിന്ന് പാറുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടത്. അച്ചു പ്ലേറ്റ് എടുത്ത് വെക്കുകയായിരുന്നു. ബദ്രി അവളെ ഒന്ന് നോക്കിയ ശേഷം റൂമിലേക്ക് ചെന്നു. ആരെയും കാണാഞ്ഞതുകൊണ്ട് ബെഡിൽ കമിഴ്ന്നു കിടന്ന് കരയുകയാണ് പാറുക്കുട്ടി. ബദ്രി ഓടി ചെന്ന് കുഞ്ഞിനെ എടുത്തു. അച്ചയുടെ പാറുക്കുട്ടി ഉറങ്ങിയില്ലായിരുന്നോ? മോളെ കൊഞ്ചിച്ചുകൊണ്ട് അവൻ റൂമിൽ നിന്ന് നടന്നു. പുള്ളിക്കാരി അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് തോളിൽ കിടന്ന് കരച്ചിലാണ് അപ്പോഴും. അച്ചു റൂമിലേക്ക് വന്നപ്പോൾ കണ്ടത് പാറുക്കുട്ടിയും എടുത്ത് നടക്കുന്ന ബദ്രിയെയാണ്. ഉറക്കെ കരഞ്ഞിരുന്ന കുഞ്ഞി പാറുവിൻ്റെ കരച്ചിൽ നേർത്തു വന്നിട്ടുണ്ട്. അച്ചു അവരെ നോക്കി ബെഡിൽ ചെന്നിരുന്നു. ബദ്രി അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. പാറൂട്ടി ഉറങ്ങിയതും അവളെ അച്ചുവിൻ്റെ അടുത്ത് കിടത്തി. എന്നിട്ട് അവനും കിടന്നു. അച്ചു അവനെ തന്നെ നോക്കി കിടക്കുമായിരുന്നു. അത് കണ്ടിട്ട് ബദ്രിയുടെ നെറ്റി ചുളിഞ്ഞു. ചോദ്യഭാവത്തിൽ അവളെ നോക്കി. അച്ചു ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് പാറുക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് കണ്ണുകളടച്ചു. ബദ്രിക്ക് ഉറക്കം വന്നില്ല. അച്ചുവിനെയും പാറുക്കുട്ടിയെയും നോക്കി അങ്ങനെ കിടന്നു. അച്ഛൻ്റെ അവസ്ഥ കാണുമ്പോൾ അച്ചുവിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നോർത്ത് അവനെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒന്ന് ഉയർന്ന് രണ്ടുപേരുടെയും കവിളിൽ ഒരു സ്നേഹചുംബനം നൽകി അവൻ അവരെ ചേർത്ത് പിടിച്ചു. കണ്ണേട്ടാ, ഞാൻ റെഡിയായി. അപ്പു ചെന്ന് ബദ്രിയുടെ റൂമിൻ്റെ വാതിലിൽ മുട്ടി. ദാ വരുന്നു, ബദ്രി അകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ബെഡിൽ കിടക്കുന്ന പാറുക്കുട്ടിക്ക് നേരെ തിരിഞ്ഞു. പാറുക്കുട്ടി കയ്യും കാലിട്ടടിച്ച് അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. കയ്യിലെ കളിപ്പാട്ടം കിലുക്കി ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അയ്യടി പെണ്ണ്, ഉടുപ്പിടാതെ കിടക്കുന്നത് കണ്ടില്ലേ? കൂയി. ബദ്രി മൂക്കത്തി വിരൽ വെച്ചുകൊണ്ട് അവളെ കളിയാക്കി. കാര്യം മനസ്സിലായില്ലേലും കുറുമ്പിപ്പാറു നല്ല ചിരിയാണ്. ബദ്രി ചിരിച്ചുകൊണ്ട് ബെഡിലിട്ടിരുന്ന റെഡ് കളർ കുഞ്ഞുടുപ്പ് കയ്യിലെടുത്ത്. ഡ്രസ്സ് ഇടാം നമുക്ക്. ബെഡിൽ നിന്ന് അവൻ പാറുക്കുട്ടിയെ എണീപ്പിച്ചിരുത്തി. കുറുമ്പി അപ്പോഴും കളിയുടെ തിരക്കിലാണ്. അച്ചയുടെ നല്ല മുത്തല്ലേ, ഇതിട്ട് കളിക്കാം, ബദ്രി അവളോട് പറയുന്നുണ്ടായിരുന്നു. കിണ്ണാ, ഞാൻ ഈ ചുരിദാർ ഇടണോ അതോ സാരി ഉടുക്കണോ? ഡ്രസ്സും കയ്യിൽ പിടിച്ചുകൊണ്ട് അച്ചു അവരുടെ വന്നു. നിനക്കിഷ്ടമുള്ളത് ഇട്ടോടി, അവൻ ചിരിയോടെ പറഞ്ഞു. പറ്റൂല, കിണ്ണം പറ. അവൾ ചിണുങ്ങി. ചുരിദാർ ഇട്ടോ? ആ ശരി. അവൻ്റെ കവളിൽ ഒരു ഉമ്മയും കൊടുത്തവൾ ബാത്റൂമിലേക്ക് ഓടി. ബദ്രി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. പിന്നീട് ചുണ്ടിലെ ചിരി മാഞ്ഞു പോയിരുന്നു. 4 പേരും റെഡിയായിട്ട് ഇറങ്ങി. ബദ്രിയുടെ ജിപ്സിയിലാണ് പോകുന്നത്. അച്ചു ബദ്രിയോടൊപ്പം ഫ്രണ്ടിൽ കയറി. അപ്പുവും പാറുക്കുട്ടിയും ബാക്കിലും. നമ്മൾ ഇച്ചുക്കാൻ്റെ വീട്ടിലേക്കാണോ കണ്ണേട്ടാ? പോകുന്ന വഴി കണ്ട് അപ്പു സംശയത്തോടെ ചോദിച്ചു. ബദ്രി ഒന്ന് മൂളിയതേ ഉള്ളൂ. ഇച്ചുവിൻ്റെ വീട്ടിലെത്തിയതും അപ്പു പാറുകുട്ടിയും കൊണ്ട് ഇറങ്ങി. ഇറങ്ങാൻ നിന്ന അച്ചുവിനെ ബദ്രി പിടിച്ചു വെച്ചു. എന്താ കിണ്ണ? അവൾ സംശയത്തോടെ ചോദിച്ചു. നിന്റെ അച്ഛയെ കാണണ്ടേ? അവൻ അവളുടെ മിഴികളിലേക്ക് നോക്കി പറഞ്ഞു. അവളൊന്ന് തലയാട്ടി. അപ്പു, നീയും മോളും ഇവിടെ നൈഷുവിൻ്റെ ഒപ്പം നിന്നോ, ഞങ്ങൾ തിരികെ വരുമ്പോൾ കൂട്ടാം. അപ്പുവിനോട് അത് പറഞ്ഞ് ബദ്രി ജിപ്സി മുന്നോട്ടെടുത്തു. യാത്രയിലുടനീളം അച്ചു പുറത്തേക്ക് നോക്കി ഇരിക്കുമായിരുന്നു. ബദ്രി അവളെ ശല്യം ചെയ്യാൻ പോയില്ല. യാത്രക്കൊടുവിൽ ജിപ്സി നിന്ന സ്ഥലം അവളൊന്ന് കണ്ണോടിച്ചു. സെൻട്രൽ ജയിൽ. അവൾ ഒന്ന് പകച്ചുകൊണ്ട് ബദ്രിയെ നോക്കി. അവൻ അവളെ അലിവോടെ നോക്കി. ജിപ്സിയിൽ നിന്നിറങ്ങി അച്ചുവിനെ ഇറക്കി. അവൾക്കപ്പോഴും ആകെ ഒരു മരവിപ്പുണ്ടായിരുന്നു. ജയിലിനകത്തേക്ക് കയറുമ്പോൾ അവൾ ബദ്രിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എൻ്റെ അച്ഛൻ ഇവിടെയാണോ കിണ്ണ? സജലമായ അവളുടെ മിഴികൾ ബദ്രിയെ ഉറ്റുനോക്കി. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറുപടി പറയാതെ അരണ്ട വെളിച്ചം മാത്രമുള്ള ആ വലിയ ഹാളിലേക്ക് പ്രവേശിച്ചു. അച്ചുവിന് ശരീരം തളരുന്ന പോലെ തോന്നി. കണ്ണുകൾ നിറഞ്ഞു കാഴ്ച മങ്ങി. ഇരുമ്പഴികൾ കൊണ്ട് മറതീർത്ത ചുമരിനപ്പുറം അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആളെ കണ്ടതും അച്ചു ആകെ തകർന്നുപോയി. അച്ഛേ! പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ബദ്രിയുടെ കൈക്കുള്ളിൽ നിന്ന് അച്ഛനടുത്തേക്ക് ഓടി.
ഇരുമ്പഴികളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ അച്ഛനെ നോക്കി കരഞ്ഞു. അച്ചുമോളെ. ആ അച്ഛൻ്റെ ശബ്ദം ഇടറി. അച്ചു വിങ്ങിപ്പൊട്ടി. ശേഖരൻ നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ കൈകളിൽ തൊട്ടു. അച്ചുവിന് സങ്കടം സഹിക്കാനായില്ല. അഴികൾക്ക് മേലേക്ക് തല മുട്ടിച്ചു വെച്ചവൾ കരഞ്ഞു. കരയില്ല അച്ചുട്ട. അയാൾ അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഉള്ളം കൊതിച്ചു. ദേ, അച്ചയുടെ നല്ല കുട്ടിയല്ലേ. എൻ്റെ കുട്ടിയുടെ കണ്ണീര് ഒരിക്കലും നിറയാതിരിക്കാനാ ഞാൻ ആ ദുഷ്ടനെ. അയാൾ പറഞ്ഞു നിർത്തി. അച്ചു അച്ഛനെ ഉറ്റുനോക്കി. ഇനി എൻ്റെ മോൾക്ക് ആരെയും പേടിക്കാതെ ജീവിക്കാലോ. മോഹൻ ഇനി ഒരിക്കലും ശല്യം ചെയ്യില്ലല്ലോ. അതിനു വേണ്ടിയാ ഞാൻ അവനെ കൊന്നത്. എൻ്റെ മോളുടെ നല്ല ജീവിതത്തിന് വേണ്ടി. അയാളുടെ ശബ്ദം ഇടറി. എൻ്റെ കണ്ണൻ പോയി. അവളുടെ ഏങ്ങലടികൾ ഉയർന്നു. അയാൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി. ബദ്രി മാറി നിന്ന് അവരെ രണ്ടുപേരെയും നോക്കി നിന്നതേ ഉള്ളൂ. അച്ചു അച്ഛൻ്റെ വിരൽ മുറുകെ പിടിച്ചിരുന്നു. വിഷമിക്കേണ്ട മോളെ. എൻ്റെ മഹിയെയും സരയുനെയും കണ്ണനെയും ഇല്ലാതാക്കിയവനെ എൻ്റെ കൈകൊണ്ട് ഇല്ലാതാക്കാൻ കഴിഞ്ഞതിൽ അച്ഛയ്ക്ക് സന്തോഷമേ ഉള്ളൂ. മോളായിട്ട് കരഞ്ഞ് അച്ഛനെ വേദനിപ്പിക്കരുത്. അയാൾ ദയനീയമായി അവളെ നോക്കി. അച്ചുവിന് കണ്ണുനീർ അടക്കി നിർത്താനായില്ല. അതെ, സമയായി. പുറകിൽ നിന്ന് കോൺസ്റ്റബിൾ വിളിച്ചു. മോള് ചെല്ല്, അച്ഛൻ വരൂ മോളെ കാണാൻ. അച്ചു ഇല്ലെന്ന് തലയാട്ടിക്കൊണ്ട് അയാളുടെ വിരലുകളിൽ വിരൽ കോർത്തി പിടിച്ചു. ശേഖരൻ ബലമായി കൈ പിൻവലിച്ചു. എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോളണേ മോനെ. പുറകിൽ മാറി നിന്ന ബദ്രിയെ നോക്കി നിറകണ്ണുകളാൽ പറഞ്ഞു. അവനൊന്ന് തലയാട്ടി. അച്ചു ഒന്ന് നോക്കിയ ശേഷം അയാൾ പിന്തിരിഞ്ഞു നടന്നു. അച്ഛേ. അടികളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അച്ചു വിളിച്ചു. കണ്ണുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മനസ്സിൻ്റെ വിങ്ങൽ താങ്ങാൻ കഴിയുന്നില്ല. പെട്ടെന്ന് കൺമുന്നിൽ പുകമറ വന്നതുപോലെ അവളുടെ നെഞ്ചിടിപ്പുയർന്നു. ശരീരം തളരുന്നു. ഒരിയടാൻ നാവ് പൊന്തിയില്ല. കണ്ണുകൾ മേപ്പോട്ട് മറിഞ്ഞു. ഒന്ന് പിഴഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു. അച്ചു. നിലത്ത് കിടന്ന് പിടയുന്നവളെ കണ്ട മാത്രയിൽ ബദ്രി ഓടി വന്നവളെ വാരിയെടുത്തു. അച്ചു. ഒരു സ്വപ്നലോകത്ത് നിന്ന് എന്ന പോലെ അവൻ്റെ സ്വരം അവൾ കേട്ടു. കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല. അച്ചുട്ടാ. വീണ്ടും ആ വിളി കേൾക്കുന്നുണ്ട്. കിണ്ണാ. കണ്ണ് തുറക്കാതെ അവൾ വിളിച്ചു കേട്ടു. അത് കേട്ട് ബദ്രി ആശ്വാസത്തോടെ അവളെ നോക്കി. ബെഡിനോരത്തിരുന്ന് അവളുടെ നെറുകയിൽ ചുംബിച്ചു. അച്ചു ഞെരങ്ങി. ബദ്രി അവളുടെ കൈയെടുത്ത് ചുണ്ടോട് ചേർത്തു. അവൻ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. ഇത്ര നേരം അനുഭവിച്ച ടെൻഷൻ ചെറുതല്ല. അപ്പോഴാണ് ഡോക്ടർ റൂമിലേക്ക് വന്നത്. ബദ്രി എഴുന്നേറ്റ് നിന്നു. എങ്ങനെയുണ്ടോ വൈഫിന്? കണ്ണു തുറന്നോ? ഡോക്ടർ പുഞ്ചിരിയോടെ ചോദിച്ചു. ഇല്ല ഡോക്ടർ, മയക്കത്തെ തന്നെയാണ്. ഡോക്ടർ ഡ്രിപ്പ് നോക്കി. കഴിയാറായിട്ടുണ്ട്, പേടിക്കണ്ടടോ. ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം. ശരി. ആള് നല്ല ടെൻഷനുള്ള കൂട്ടത്തിലാണല്ലേ? ഡോക്ടറുടെ ചോദ്യം കേട്ട് ബദ്രി ചെറുചെറിയുടെ മയങ്ങിക്കിടക്കുന്ന അച്ചുവിൻ്റെ നെറുകയിൽ തലോടി. ശ്രദ്ധിക്കണം, മെഡിസിൻസ് എല്ലാം കൃത്യമായി കഴിക്കാൻ പറയണം. പോകുന്നതിന് മുന്നേ എന്നെ ഒന്ന് വന്ന് കാണൂ. മറുപടിയായി ബദ്രി തലയാട്ടി. കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ചു മെല്ലെ കണ്ണു തുറന്നു. അടുത്തിരിക്കുന്ന ബദ്രിയെ നോക്കി. അവൻ ഫോണിൽ നോക്കിയിരിക്കുവാണ്. കിണ്ണാ. അടഞ്ഞ ശബ്ദത്തിൽ അവൾ വിളിച്ചു. അവൻ്റെ കൈക്കുമേൽ മെല്ലെ കൈവച്ച് അമർത്തി വെച്ചു. ബദ്രി ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. ഫോൺ മാറ്റിവെച്ച് അവൻ അവളുടെ കവിളിൽ തള്ളോടി. കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ അവളുടെ നെറുകയിൽ മുത്തി. ഞാൻ പേടിച്ചുപോയി. മരുന്നൊന്നും ഇപ്പോൾ കൃത്യമായി കഴിക്കാറില്ലേ നീ? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അവൾ കണ്ണി നിറച്ചവനെ നോക്കിയതേ ഉള്ളൂ. അവൻ അവളുടെ മുഖം നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. എൻ്റെ അച്ഛൻ. അവളുടെ ശബ്ദം ഇടറി വീണു. ബദ്രി മറുപടി പറയാതെ അവളുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. ഹോ, അവൻ്റെ ഒരു പോക്ക് കണ്ടോ? എനിക്കൊരു ബൈക്ക് വാങ്ങിയിട്ട് നമുക്ക് മൂന്നാൾക്കും കൂടെ പോണം കേട്ടോടി പെണ്ണുങ്ങളെ. വീടിന് മുന്നിലൂടെ കുതിച്ചു പാഞ്ഞു പോയ ഡ്യൂക്കിനെ നോക്കി അപ്പു നെടുവീർപ്പിട്ടു. മടിയിലിരിക്കുന്ന കുഞ്ഞിപ്പാറുടെയും കുൽസുപെണ്ണിനെയും നോക്കി. കുൽസു അവൻ്റെ മടിയിൽ നിന്നിറങ്ങാനുള്ള തന്ത്രപ്പാടിലാണ്. പാറുക്കുട്ടിയാണെങ്കിൽ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്ന് വിരൽ നുണയുന്ന തിരക്കിലാണ്. എടി കുൽസുപെണ്ണെ, ഒന്ന് അടങ്ങിയിരിക്കടി. അപ്പു പറഞ്ഞെങ്കിലും കുറുമ്പി പറഞ്ഞത് കേൾക്കാതെ അവൻ്റെ മടിയിൽ നിന്ന് ഊർന്നിറങ്ങി. അവനിരുന്ന കസേരയുടെ കയ്യിൽ പിടിച്ചു നിന്നു. അവൾ നിൽക്കുന്നത് കണ്ടതും പാറുക്കുട്ടി മുഖം ഉയർത്തി നോക്കി. അപ്പോഴും വിരൽ വായി തന്നെ. ആ കുൽസുവിനെ കണ്ടിട്ട് എൻ്റെ പാറുട്ടി നോക്കിയിട്ട് കാര്യമില്ലാട്ടോ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നടക്കാം. ആദ്യം നല്ല പോലെ വീഴാതെ ഇരിക്കാൻ പഠിക്ക്. പാറുട്ടിയുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. അപ്പു, കുഞ്ഞിന് വിശക്കുന്നുണ്ടാവേടാ. ദേ ഇത് കൊടുത്തോ. കയ്യിൽ 2 ഫീഡിംഗ് ബോട്ടിലും കൊണ്ട് നൈഷു വന്നു. അത് കണ്ടതേ പാറുക്കുട്ടി കൈ നീട്ടി. നൈഷുവിന് പാവം തോന്നി.
അച്ചോടാ, എൻ്റെ പാറുകുട്ടിക്ക് വിശക്കുന്നുണ്ടോടാ? നൈഷു അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു കൊഞ്ചിച്ചതും അവൾ കള്ള ചിരി ചിരിച്ചു. കണ്ണേട്ടൻ്റെ അതേ ചിരി അല്ലേടാ അപ്പു? നൈഷു അപ്പുവിനോട് പറഞ്ഞു. ത ത കണ്ണുകൾ വിടർത്തി പാറുക്കുട്ടി ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് കുഞ്ഞു വിരൽ ചൂണ്ടി. മനസ്സിലായില്ലേ നൈഷുത്ത? കണ്ണേട്ടൻ അവളുടെ അച്ഛനാണെന്നാ പറയുന്നത്. കണ്ണനെന്നോ ബദ്രയെന്നോ കേട്ടാൽ മതി, അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പു പാറുക്കുട്ടിയെ പൊതിഞ്ഞു പിടിച്ചു. നൈഷു കുനിഞ്ഞ് പാറുക്കുട്ടിയുടെ ഉണ്ടക്കവളിൽ ഉമ്മ വെച്ചു. ഉച്ചയ്ക്ക് കണ്ണേട്ടൻ കൊടുക്കാത്തത് കൊണ്ട് ശരിക്കും ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ടാ പെണ്ണിന് വിശപ്പ്. മോളുടെ വായിലേക്ക് അവൻ ഫീഡിംഗ് ബോട്ടിൽ അടുപ്പിച്ചതും പെണ്ണ് അത് ആവേശത്തോടെ കുടിക്കാൻ തുടങ്ങി. ഇതേ നേരം കസേരയിൽ പിടിച്ചിരുന്ന കുൽസു നൈഷുവിൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ചു. അമ്മാ, ആഹാ, ഉമ്മാടെ പൊന്നൂസ് ഇവിടെ ഉണ്ടായിരുന്നോ? നൈഷു അവളെ വാരിയെടുത്തു. അവളുടെ കയ്യിൽ ബോട്ടിലെടുത്തതും പുള്ളിക്കാരി വീണ്ടും അവളുടെ കയ്യിൽ നിന്ന് കുതറിയിറങ്ങി നിലത്തിരുന്ന് കുടിക്കാൻ തുടങ്ങി. ഇനി 2.5 മാസം കൂടെ കഴിഞ്ഞ പാറൂട്ടിയുടെ 1-ാം പിറന്നാളാ. കുൽസുവിൻ്റെ പിറന്നാൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല അല്ലേ ഇത്ത? അന്ന് അച്ചു ഹോസ്പിറ്റലായിരുന്നില്ലേ? സാരമില്ല, അതിന് പകരം പാറൂട്ടിയുടെ പിറന്നാൾ നമുക്ക് ആഘോഷിക്കാം, അടിച്ചു പൊളിക്കണം അല്ലേടി പാറുകുട്ടി? പാറുകുട്ടി നൈഷുവിനെ നോക്കി ചിരിച്ചു. ഹയ്യടാ, എന്താ ചിരി? ഇവള് നടക്കൂടാ. പിടിച്ചു നിൽക്കും. ഇരിക്കുമ്പോൾ തന്നെ ഗുണ്ടുമണി പുറകിലേക്ക് ഒരു വീഴ്ചയുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുത്തി പോകാൻ പേടിയാണ്. സൂക്ഷിക്കണം. ഇവള് തന്നെ എത്ര തവണ വീണു? ദേ ഇപ്പോഴും വീഴും. കുൽസുവിനെ നോക്കി നൈഷു പറഞ്ഞു. കുൽസു അവരെ കണ്ണുവിടർത്തി നോക്കി. നോക്കണ്ട കുറുമ്പി, നിന്നെ തന്നെയാ പറഞ്ഞേ, നൈഷു ചിരിയോടെ പറഞ്ഞു. കാര്യം മനസ്സിലാകാതെ കുൽസു ചിടുങ്ങി ചിരിച്ചു. തിരിച്ചുള്ള യാത്രയിൽ ബദ്രിയുടെ തോളിലേക്ക് ചാരിയിരിക്കുകയായിരുന്നു അച്ചു. മൗനം കവർന്നെടുത്ത നിമിഷങ്ങൾ. പുറത്തേക്ക് നോക്കിയിരിക്കുന്നതിൽ വഴിയോരത്തെ പാർക്ക് കണ്ട് അവൾ തലയുയർത്തി നോക്കി. ബദ്രിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ബദ്രി അവളെ നോക്കി. ഇവിടെ നിർത്തുവോ കിണ്ണാ? അവൾ ആ പാർക്കിലേക്ക് തന്നെ നോക്കിയാണ് പറഞ്ഞത്. ബദ്രി അവളെ ഒന്ന് നോക്കിയ ശേഷം ജിപ്സ് സൈഡാക്കി. രണ്ടുപേരും ഇറങ്ങി. ബദ്രിയുടെ കൈയും പിടിച്ച് അവൾ പാർക്കിലേക്ക് നടന്നു. ചുറ്റും അവൾ കണ്ണോടിച്ചു. ഓർമ്മകളുടെ വേലിയേറ്റത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നമുക്ക് അവിടെ ഇരിക്കാം. കൂട്ടം കൂടി നിൽക്കുന്ന മുളകൾക്ക് താഴെയുള്ള സിമന്റ് ബെഞ്ചിലേക്ക് ചൂണ്ടി അവൾ പറഞ്ഞു. ബദ്രി സമ്മതം അറിയിച്ചു പുഞ്ചിരിച്ചു. അവളെ ചേർത്ത് പിടിച്ച് അങ്ങോട്ട് നടന്നു. ബെഞ്ചിൽ ഇരുന്നവൾ ബദ്രിയുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്തിരുന്നു. ഇളം വെയിലുണ്ട്. ആഞ്ഞു വീശുന്ന കാറ്റിൽ അവിടെ ഇരിക്കാൻ വല്ലാത്തൊരു സുഖമായിരുന്നു. ബദ്രി ഒരു കൈ കൊണ്ട് അവളുടെ തലമുടിയിൽ തലോടി. ഞാനും കണ്ണനും ക്ലാസ്സിലില്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ വരും. ഈ ബെഞ്ചിലിരിക്കും, കുറേ സംസാരിക്കും, തല്ലുകൂടും. പിണക്കം മാറ്റാൻ എനിക്കവൻ്റെ ആ കടയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിത്തരും. നിറ കണ്ണുകളോടെ അവൻ കുറച്ച് മാറിയുള്ള ഐസ്ക്രീം പാർലറിലേക്ക് ചൂണ്ടി. വിതുമ്പിക്കൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി. ബദ്രി ഒന്നും മിണ്ടിയില്ല. അവളെ ചേർത്ത് പിടിച്ച് അങ്ങനെ കേൾവിക്കാരനായിരുന്നു. എന്നെ വലിയ ഇഷ്ടമായിരുന്നു അവന്. ഞാൻ കരഞ്ഞ എൻ്റെ കൂടെ കരയും. ഓർമ്മയുണ്ടോ ഒരു ദിവസം കോളേജിൽ വന്ന് കിണ്ണൻ്റെ അച്ഛൻ കിണ്ണനെ അടിച്ചത്? ഞാൻ ലൈബ്രറിയിൽ നിന്ന് വരുമ്പോഴായിരുന്നു കിണ്ണനെ ആരോ തല്ലുന്നത്. ആരൊക്കെയോ അയാൾ അടിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ കിണ്ണൻ പറഞ്ഞു അത് അച്ഛനാണെന്ന്. അവൾ പറഞ്ഞത് ബദ്രി ഓർത്തു. ശരിയാണ്, കോളേജിൽ എല്ലാവർക്കും മുന്നിൽ തന്നെ തല്ലിയിരുന്നു. വീട്ടിൽ വന്ന ഹരിയുടെ ഫ്രണ്ട്സിനെ താൻ ഇൻസൾട്ട് ചെയ്തു എന്ന് ഹരി പരാതി പറഞ്ഞപ്പോൾ അന്ന് ഞാൻ എത്ര കരഞ്ഞെന്നോ. ഒന്നും പറയാതെ തലതാത്തി നിന്ന കിണ്ണനെ ഓർത്ത് കരഞ്ഞിരുന്നു. പക്ഷേ അന്ന് കണ്ണൻ എന്നെ വഴക്കു പറഞ്ഞു, കുറേ കളിയാക്കി, ഭ്രാന്താണെന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും കരയേണ്ടി വന്നു. കിണ്ണന് കൂടെ പഠിക്കുന്ന ശ്രദ്ധയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അന്നെൻ്റെ സങ്കടം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കണ്ണനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പക്ഷേ അന്ന് അവനും എൻ്റെ കൂടെ കരഞ്ഞു. ഞാൻ കരയുന്നത് അവന് സഹിക്കാൻ കഴിയില്ലത്രേ. പറഞ്ഞു തീർന്നപ്പോഴേക്കും വിതുമ്പി. ബദ്രി അവളെ അണച്ചു പിടിച്ചു. നെറുകയിൽ താടി മുട്ടിച്ചിരുന്നു. വെക്കേഷൻ കൂടി ആയപ്പോൾ പിന്നെ കോളേജും ഹോസ്റ്റലും മടുത്തു. കണ്ണനോട് വാശി പിടിച്ച് വീട്ടിലേക്ക് പോയി. ആകെ വല്ലാത്തൊരവസ്ഥയിലായപ്പോൾ കണ്ണൻ എന്നോട് പറഞ്ഞു എനിക്ക് വിധിച്ചതാണെങ്കിൽ എനിക്ക് തന്നെ കിട്ടുമെന്ന്. അത് കേട്ടപ്പോൾ പഴയതിലും ആവേശമായി. അവൾ പറഞ്ഞു നിർത്തി. വീണ്ടും മൗനം തളം കെട്ടി നിന്നു. അച്ചൂ. അവൾ ഇടർച്ചയോടെ മൂളി. അയാൾ ആ മോഹൻ. അവൻ സംശയത്തോടെ പറഞ്ഞു നിർത്തി. കിണ്ണനറിയോ, എൻ്റെ അച്ഛ എൻ്റെ സ്വന്തമല്ല. അത് കേട്ട് ബദ്രി ഒന്ന് ഞെട്ടി.